ദ ജേർണലിസ്റ്റിലേക്ക് ഹമാസിനെ തീർക്കുമെന്ന പ്രഖ്യാപനത്തോടെ കഴിഞ്ഞ 9 മാസമായി ഗസയിൽ യുദ്ധം തുടരുന്ന ഇസ്രായേൽ സൈന്യത്തിന് ഒടുവിൽ തിരിച്ചറിവോ അല്ലെങ്കിൽ ഗതികേടോ വന്നിരിക്കുകയാണ്. അധികകാലം ഈ യുദ്ധം ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് തുറന്നു പ്രഖ്യാപിച്ചിരിക്കുകയാണ് IDF അഥവാ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ്. അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഇനിയും ഗസയിൽ യുദ്ധം തുടരുമെന്നാണ്. അതായത് ഇസ്രായേൽ സൈന്യവും ഇസ്രായേൽ പ്രധാനമന്ത്രിയും തമ്മിൽ നേരിട്ടുള്ള ഒരു വാക്പോരിലേക്ക് അല്ലെങ്കിൽ അഭിപ്രായ ഭിന്നതയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയിരുന്ന ഒരു വിഷയം അല്ലെങ്കിൽ നിരീക്ഷിച്ചിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഒരിക്കലും ഹമാസിനെ പരിപൂർണമായി തുടച്ചു നീക്കുക എന്നത് അസാധ്യമാണ്. അല്ലെങ്കിൽ ഗസ പൂർണ്ണമായും പിടിച്ചെടുക്കുക, അല്ലെങ്കിൽ ഈ ബന്ദികളെ ഹമാസ് തട്ടിക്കൊണ്ടുപോയി തുരങ്കങ്ങളിൽ ഒളിപ്പിച്ചെടുത്തു നിന്ന് അതുപോലെ തന്നെ പിടിച്ചുകൊണ്ടുവരിക തുടങ്ങിയ ഇസ്രായേലിന്റെ അവകാശവാദങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് ബോധമുള്ളവർ പണ്ടേ പറഞ്ഞതാണ്. പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്താണ് പറഞ്ഞത്? ഇതൊക്കെ വളരെ വേഗത്തിൽ ഞാൻ നടപ്പാക്കുമെന്ന്. എന്നിട്ടിപ്പോൾ 9 മാസം പിന്നിട്ടിട്ടും ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് തൻ്റെ വാക്കുകൾ അസാർത്ഥമാക്കാൻ കഴിഞ്ഞിട്ടില്ല, അതായത് അത് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം ഇസ്രായേൽ സൈന്യമാണെങ്കിൽ യുദ്ധം ചെയ്തു മടുത്തിരിക്കുന്ന സാഹചര്യമാണ്. ഇസ്രായേൽ സൈന്യത്തിന്റെ വക്താക്കൾ, പ്രതിനിധികൾ തുറന്നു പറയുകയാണ് ഇങ്ങനെ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന്. ഗസയിലെ യുദ്ധം താൽക്കാലികമായി അവസാനിപ്പിക്കുമെന്ന് ഇസ്രായേലിന്റെ സൈനിക വക്താക്കൾ പറഞ്ഞതായി കഴിഞ്ഞ 24 മണിക്കൂറായി അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വാർത്ത വരുന്നുണ്ട്. അതായത് അതിനവർ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആയുധങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യാക്രമണം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനും അപ്പുറത്തേക്ക് സൈനികർ മാനസികമായും ശാരീരികമായും തളർന്ന അവസ്ഥയിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പോൾ ഇങ്ങോട്ട് എല്ലാം തീർക്കാമെന്ന് പറഞ്ഞ് ആത്മവിശ്വാസം കൊടുത്ത് പറഞ്ഞയച്ചയാളാണ് ബെഞ്ചമിൻ നെതന്യാഹു. എന്നാൽ കഴിഞ്ഞ 9 മാസമായി ഇസ്രായേൽ സൈനികർ ഗസയിൽ പലയിടത്തും ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വടക്കൻ ഗസ, തെക്കൻ ഗസ, ഖാൻ യൂനിസ്, ഏറ്റവും ഒടുവിൽ റഫ. അതിന് പിന്നാലെ ഇപ്പോൾ വരുന്നു ഇനി ലെബനനിൽ പോയി യുദ്ധം ചെയ്യണമെന്ന്. അതായത് കഴിഞ്ഞ 9 മാസമായി ഒരു മാറ്റവുമില്ലാതെ ഒരേ വാർഫീൽഡിൽ തുടരുന്ന സൈനികരോട് പ്രധാനമന്ത്രി പറയുകയാണ് ഇനിയും യുദ്ധം വർദ്ധിക്കും, വ്യാപിക്കും, അതിൽ ലെബനനിലേക്കാണ്, അത് ഉടൻ തന്നെ ഉണ്ടാകുമെന്ന്. സ്വാഭാവികമായും സൈനിക മേധാവിമാർക്ക് ഇത് വലിയ ദുരന്തത്തിലേക്കുള്ള, അതായത് സൈനികരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് മനസ്സിലാകും. അതുകൊണ്ട് തന്നെയാണ് സൈനിക വക്താക്കളെ ഉദ്ധരിച്ചുകൊണ്ട് ഈ ഗസയിൽ യുദ്ധം താൽക്കാലികമായി അവസാനിക്കേണ്ട ഒരു സാഹചര്യം വരികയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതായത് ഗസയിൽ ഇനിയും യുദ്ധം ചെയ്യുകയാണെങ്കിൽ ലെബനനിൽ തിരിച്ചടി കൊടുക്കുക എന്നത് അസാധ്യമായിരിക്കും. ഇനിയല്ല ലെബനനിലേക്ക് തിരിച്ചടി കൊടുക്കുന്നതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എങ്കിൽ ഗസയിൽ ഈ വിധത്തിൽ യുദ്ധം തുടർന്നു കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യമല്ല ഉള്ളത്. എന്ന് മാത്രമല്ല, ഈ സൈനികർക്ക് ഒരു തരത്തിലുള്ള വിശ്രമവുമില്ല. അവർ തുടർച്ചയായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൈനിക വക്താക്കളായിക്കൊള്ളട്ടെ, പ്രതിരോധ മന്ത്രി ആയിക്കൊള്ളട്ടെ, ഈ പ്രധാനമന്ത്രി ആയിക്കൊള്ളട്ടെ, ബെഞ്ചമിൻ നെതന്യാഹു ആയിക്കൊള്ളട്ടെ, ഇവരൊക്കെ കരുതിയിരുന്നത് വളരെ വേഗത്തിൽ ഈ യുദ്ധം അവസാനിപ്പിച്ച് ഹമാസിനെ കീഴടക്കി, അല്ലെങ്കിൽ ഹമാസിനെ ഇങ്ങനെ വെള്ളം തുടച്ചു കളയുന്ന പോലെ തുടച്ചു നീക്കി ഈ ബന്ദികളെയും കൊണ്ട് സ്ഥലം വിടാമെന്നായിരുന്നു. പക്ഷേ ഹമാസ് തങ്ങളുടെ തനിരൂപം കാണിച്ചു. ഇറാൻ ശക്തമായ പിന്തുണ കൊടുത്തു. ഹിസ്ബുള്ള ലെബനിൽ നിന്ന് അടി തുടങ്ങി. ഹൂത്തികൾ ചെങ്കടലിൽ പണി തുടങ്ങി. അതോടുകൂടി ഒപ്പമുണ്ടായിരുന്ന അമേരിക്ക പോലും കൈവിടുന്ന സാഹചര്യമുണ്ടായി. ആയുധങ്ങൾ കൊടുക്കുന്നത് അമേരിക്ക നിർത്തിവെക്കുകയാണ് എന്ന റിപ്പോർട്ടുകളും ഇതിനിടെ പുറത്തു വന്നിരുന്നു. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇസ്രായേലിന് വലിയ തിരിച്ചടികൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ യുദ്ധം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതായത് ഇസ്രായേലിന് തിരിച്ചടി കിട്ടുമ്പോൾ ഇസ്രായേൽ തിരിച്ചടിക്കും, സ്വാഭാവികമാണ്. ഇസ്രായേൽ നൽകിയിട്ടുള്ള പ്രഹരങ്ങളൊക്കെയും അതിശക്തം തന്നെയാണ്, കൂട്ടക്കുരുതികൾ തന്നെയാണ് നടത്തിയിട്ടുള്ളത്. വലിയ ആൾനാശം ഉണ്ടായിട്ടുണ്ട്. ഹിസ്ബുള്ള ആക്രമിക്കുന്ന അതേ പോസ്റ്റുകളിലേക്ക് തിരിച്ച് സെക്കൻഡുകൾ കൊണ്ട് ഇസ്രായേൽ തിരിച്ചാക്രമണം നടത്തിയിട്ടുണ്ട്. ഇസ്രായേൽ ഒന്നും ചെയ്യാതെ നിശബ്ദരായിരിക്കുകയല്ല. പക്ഷേ ഇസ്രായേൽ കരുതിയതുപോലെ, അതായത് ഇസ്രായേൽ ഭരണകൂടം കരുതിയതുപോലെ യുദ്ധത്തിലൊരു വലിയ മേൽക്കൈ, സമഗ്രമായ മേൽക്കൈ ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. സാധാരണക്കാർ കൊല്ലപ്പെട്ടു എന്നതിനല്ലാതെ അതിനപ്പുറത്തേക്ക് ഹമാസിന്റെ ഇത്ര ആളുകളെ കൊന്നു, അല്ലെങ്കിൽ ഹമാസിന്റെ ഇത്ര കേന്ദ്രങ്ങൾ തകർത്തു, ഹമാസ് അവസാനിക്കാൻ പോകും, അങ്ങനെ ഒരു കൃത്യമായ കണക്കൊന്നും പറയാൻ ഇസ്രായേൽ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല. അപ്പോൾ സൈനികർ പറയുന്നത് ഇപ്പോൾ ഗസയിലെ യുദ്ധം അവസാനിപ്പിച്ച് ഇനിയിപ്പോൾ ലെബനനിലേക്കാണ് യുദ്ധം തുടങ്ങുന്നതെങ്കിൽ ഈ ഗസയിലെ യുദ്ധം അടിയന്തരമായി അവസാനിപ്പിക്കേണ്ടി വരും. താൽക്കാലികമായിട്ടാണെങ്കിലും ആ യുദ്ധം അവസാനിപ്പിക്കേണ്ടി വരും, അല്ലെങ്കിൽ ലെബനനിൽ കയറി ആക്രമിക്കാനുള്ള നീക്കം പാളിപ്പോകും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട്
ഗസയിൽ തൽക്കാലം യുദ്ധം നിർത്തിവെക്കുകയാണ് എന്ന് സൈനിക വക്താക്കളെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ സൈനികർ അങ്ങനെ പറയുന്നു. പക്ഷേ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അതിനെതിരെ പറയുകയാണ്. അതിനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ബെൻ ഗിവർ അടക്കമുള്ള ഈ സയനിസ്റ്റ് ശക്തികൾ, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പാർലമെന്റിലുള്ള, അല്ലെങ്കിൽ ഇസ്രായേൽ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രധാനപ്പെട്ട ആളുകൾ, വലതുപക്ഷ സയനിസ്റ്റ് ചിന്താഗതിക്കാർ, അവർ യുദ്ധം നിർത്താൻ ആഗ്രഹിക്കുന്നില്ല. അവർ പറയുന്നത് യുദ്ധം തുടരണമെന്നാണ്. അപ്പോൾ ചെകുത്താനും കടലിനും നടുവിൽപ്പെട്ട ഒരു അവസ്ഥയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി എത്തുകയാണ്. ഇനി യുദ്ധം നിർത്തിവെച്ചാൽ അത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഉണ്ടാക്കുന്ന നാണക്കേട് വളരെ വലുതായിരിക്കും. കാരണം ഹമാസിനെ തുടച്ചു നീക്കാതെ ബന്ദികളെ ജീവനോടെ, 100-നടുത്ത് ബന്ദികൾ ഇപ്പോഴും ഉണ്ട് ഹമാസിന്റെ പക്കൽ, അവരെ ജീവനോടെ പിടിക്കാതെ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് പ്രഖ്യാപിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് ഈ ബന്ദികളെ തിരിച്ചു കിട്ടാതെ യുദ്ധം അവസാനിപ്പിക്കേണ്ടി വന്നാൽ, ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കേണ്ടി വന്നാൽ അത് വലിയ തിരിച്ചടിയാകും, നാണക്കേടാകും. ഏറ്റവും അടുത്ത ചങ്ങാതിമാരായി ആദ്യം മുതൽ തന്നെ ഒപ്പമുണ്ടായിരുന്ന അമേരിക്കയോട് പോലും ഈ വിഷയത്തിൽ പലതവണ ഇടഞ്ഞയാളാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രായേൽ പ്രധാനമന്ത്രി. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇനി പെട്ടെന്ന് സൈനികർ ഗസയിലെ യുദ്ധം പരിപൂർണമായി അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യം, അത് താൽക്കാലികമായിട്ടാണ് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അങ്ങനെ താൽക്കാലികമായിട്ടാണെങ്കിലും ആ യുദ്ധം അവസാനിപ്പിക്കേണ്ടി വന്നാൽ അതുണ്ടാക്കുന്ന നാണക്കേട് വളരെ വലുതായിരിക്കും. ലെബനനിൽ യുദ്ധം തുടങ്ങിയാലും ഹമാസിനെ അപ്പോൾ എന്ത് ചെയ്തു നിങ്ങൾ എന്ന ചോദ്യത്തിന് ഇസ്രായേൽ ജനതയോടുകൂടി മറുപടി പറയേണ്ട സാഹചര്യം ഇസ്രായേൽ പ്രധാനമന്ത്രിക്കുണ്ടാകും. അതുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധം ഗസയിൽ അവസാനിപ്പിക്കേണ്ടതില്ല എന്ന നിലപാട് തുടരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ഈ റഫേൽ ഇനിയും ആക്രമണം ഉണ്ടാകും, അവിടെ നിന്ന് പലായനം ചെയ്തോളൂ എന്നൊക്കെ IDF-നെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പറയിക്കുന്നത്. പക്ഷേ IDF-നെ സംബന്ധിച്ച് ഈ വിധത്തിൽ ഇങ്ങനെ യുദ്ധം തുടരുന്നത് വലിയ തിരിച്ചടികൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ സമാനതകളില്ലാത്ത പ്രതിസന്ധികൾ ഉണ്ടാക്കും. ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ച് ഇത്രയും കാലമൊക്കെ ഒരു യുദ്ധമുഖത്ത് തുടർച്ചയായി തുടരുക എന്ന് പറയുന്നത് തന്നെ പുതിയ കാര്യമാണ്. എന്ന് മാത്രമല്ല, ഈ യുദ്ധം ഇങ്ങനെ തുടർന്നത് കൊണ്ടാണ് ലെബനനിൽ നിന്ന് വലിയ വെല്ലുവിളി ഉണ്ടാകുന്നത്. ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ വടക്കൻ ഇസ്രായേലിലേക്ക് തുടരുന്നത്, ഇപ്പോൾ വടക്കൻ ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ലെബനനിലേക്ക് ആക്രമണം നടത്തേണ്ടി വരുമെന്ന് ഇസ്രായേൽ തീരുമാനിക്കുന്നു. നോക്കുക, ആ യുദ്ധമുഖം വ്യാപിക്കുകയാണ്. ഈ യുദ്ധം ഒരിടത്ത് നിൽക്കുകയല്ല. ഇസ്രായേൽ പറഞ്ഞിരുന്നത് എന്താണ്? ഹമാസിനെ ഞങ്ങൾ തീർക്കും, ഗസ പിടിച്ചെടുക്കും, ഈ ബന്ദികളെ മോചിപ്പിക്കും, പിന്നെ ഒരു ആക്രമണം ഞങ്ങൾക്ക് നേരെ ഉണ്ടാകാത്ത വിധത്തിൽ ഞങ്ങളെല്ലാം അവസാനിപ്പിക്കുമെന്നാണ് ഇസ്രായേലും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഈ യുദ്ധം തുടങ്ങുന്ന സമയം മുതൽ പറഞ്ഞത്. പക്ഷേ ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത്? ഈ യുദ്ധം വ്യാപിക്കുകയാണ്. അത് ഇസ്രായേലിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ പശ്ചിമേഷ്യയെ സംബന്ധിച്ച്, ലോകക്രമത്തെ സംബന്ധിച്ച് ഗുരുതരമായ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല, ഒരിക്കലും യുദ്ധം ഉണ്ടാകരുതെന്നും യുദ്ധം തുടരരുതെന്നും വ്യക്തിപരമായി ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താണ് സംഭവിച്ചത്? ഈ യുദ്ധം വ്യാപിക്കുകയാണ്. മുമ്പ് ഹമാസ് മാത്രമായിരുന്നു തുടക്കത്തിൽ ഇസ്രായേലിന്റെ ശത്രുതയെങ്കിൽ, അല്ലെങ്കിൽ ഇസ്രായേലുമായി ഏറ്റുമുട്ടിയതെങ്കിൽ, ഇപ്പോൾ ഹിസ്ബുള്ള പ്രധാനപ്പെട്ട ശത്രുവായി വരികയാണ്. ഒരുപക്ഷെ ഹമാസ് നടത്തിയതിനേക്കാൾ കൂടുതൽ ആക്രമണങ്ങൾ ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഹിസ്ബുള്ള നടത്തുന്നുണ്ട്, നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഇസ്രായേലിന്റെ ആഭ്യന്തര സുരക്ഷ പോലും അപകടത്തിലാകുന്ന വിധത്തിൽ ഹിസ്ബുള്ള ഇപ്പോൾ ആക്രമണങ്ങൾ രൂക്ഷമാക്കുകയാണ്. ഇതൊക്കെ ഇസ്രായേലിന് തിരിച്ചടിയാവുകയാണ്, അല്ലെങ്കിൽ ഇസ്രായേലിലെ സാധാരണക്കാരായ ജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് ഭീഷണിയാവുകയാണ്. ആ നല്ലവരായ ജനങ്ങളെ കൂടി അപകടത്തിൽപ്പെടുത്തുന്ന വിധത്തിലേക്കാണ് ഈ പ്രധാനമന്ത്രിയുടെ ഇത്തരം നീക്കങ്ങൾ എന്ന വിലയിരുത്തലുകൾ വരുന്നുണ്ട്. എന്തായാലും ഇസ്രായേൽ സൈന്യവും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള കടുത്ത ഭിന്നത ഗസയിലെ യുദ്ധം അവസാനിക്കുന്നതിലേക്ക് നീങ്ങുമെന്നാണ് ഇപ്പോൾ വരുന്ന വിലയിരുത്തലുകൾ. അല്ലെങ്കിൽ സൈന്യത്തിന്റെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ അധികനാൾ ഗസയിൽ ഇനി യുദ്ധമുണ്ടാകാൻ സാധ്യതയില്ല. താൽക്കാലികമായിട്ടാണെങ്കിലും ഒരു വെടിനിർത്തൽ, അല്ലെങ്കിൽ പരിപൂർണമായ സൈനിക നടപടി അവസാനിക്കൽ ഒരുപക്ഷെ ഗസയിൽ ഉണ്ടായേക്കാം. അപ്പോൾ പിന്നെ ലെബനനിലായിരിക്കും യുദ്ധം തുടങ്ങുക. ആ യുദ്ധവും ഇസ്രായേലിന് വലിയ ബാധ്യതകൾ ഉണ്ടാക്കും, തിരിച്ചടികളും ഉണ്ടാക്കും. ഇസ്രായേൽ തിരിച്ചടിക്കും, ആക്രമിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇസ്രായേലിന്റെ സംഹാരതാണ്ഡവം കാണും നമ്മൾ, അല്ലെങ്കിൽ ഇസ്രായേൽ അങ്ങോട്ട് കയറി ലെബനനിൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യും. ദുരന്ത ഭൂമിയാകും ഒരുപക്ഷെ ലെബനൻ. പക്ഷേ അപ്പോഴും ഇസ്രായേലിനും നാശനഷ്ടങ്ങൾ ഉണ്ടാകും. അത് ഹമാസുമായി നടത്തിയ യുദ്ധത്തെക്കാൾ വലുതായിരിക്കും. രണ്ടു കൂട്ടർക്കും വലിയ നാശമുണ്ടാകും. പശ്ചിമേഷ്യയ്ക്ക് അത് വലിയ ദോഷവുമാകും. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന പ്രത്യാശ മാത്രമാണ് ബാക്കി.